ഇന്ന് പിന്നെ ഇത് പറഞ്ഞ ബഹുമാന്യനായ ടി കെ അഷ്റഫിനെതിരെ ഒരു നടപടിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളൊരു വിഷയമുണ്ടായി. അങ്ങനെ ഒരു ന്യൂസ് വന്നപ്പോൾ, അങ്ങനെ ഒരു വാർത്ത വന്നപ്പോൾ എങ്ങനെയാണ് ആ വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്? ഇന്നത്തെ വാർത്തയുടെ ഒരു ചെറിയൊരു ഉദാഹരണം നിങ്ങൾ കണ്ടോളൂ. അദ്ദേഹം അവിടെ അധ്യാപകൻ കൂടിയാണ്. അപ്പോൾ അതുകൂടി കണക്കിലെടുത്ത് ഒരുപക്ഷെ ഒരു സർക്കാർ അധ്യാപകൻ തന്നെ സർക്കാരിന്റെ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഒരു തീരുമാനത്തിനെതിരെ ഇത്തരത്തിൽ സ്പർദ്ധ ഉണ്ടാക്കുന്ന രീതിയിൽ ഒരു പോസ്റ്റ് ഇട്ടു പ്രചാരണം നടത്തി എന്നതുകൂടി കണക്കിലെടുത്തുകൊണ്ട് ഒരു നീക്കമാണ് നടത്തിയിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്പർദ്ധയുണ്ടാക്കുന്ന പോസ്റ്റ്, മതസ്പർദ്ധയുണ്ടാക്കുന്ന പോസ്റ്റ്, ഈ ചർച്ചകളൊക്കെ ആവർത്തിച്ച് കേട്ടൊരു കാര്യം മതസ്പർദ്ധ. ഞാൻ ചോദിക്കുകയാണ്, ഒരു പരിഷ്കാരം വന്നു, ഒരു ഡാൻസ് വന്നു, ആ ഡാൻസിൽ പങ്കെടുക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. ഇതിലെവിടെയാ സ്പർദ്ധ? ഈ ഒരു വിഷയം ഇത് ഇന്നത്തെ ന്യൂസാണ്. ഈ വിഷയം ഉണ്ടായ ദിവസം, അതായത് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ട് ന്യൂസ് ആയ ദിവസം ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ഒരു പ്രതികരണം വരികയാണ്. ആ വിഷയം ഒന്ന് അറ്റ്ലീസ്റ്റ് ആ പോസ്റ്റ് മുഴുവൻ വായിച്ചു തീർക്കാൻ ഒരു 10-15 മിനിറ്റ് എടുക്കും. അതിന് പോലുള്ള സമയമില്ലാതെ പെട്ടെന്നൊരു പ്രതികരണം വരികയാണ്. ആ പ്രതികരണം കേട്ടോളൂ. അഭിപ്രായ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസം എന്നല്ല ഇതിനെ പറയേണ്ടത്, തീർത്തും അരോചകമായ, തീർത്തും നമ്മളൊന്നും കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത വാക്കുകൾ കൊണ്ട് ഈ പൊതുവിദ്യാലയങ്ങളുടെ അന്തസ്സിനെ, യശസ്സിനെ കളങ്കപ്പെടുത്തുന്ന തരത്തിലാണ് ഇവരൊക്കെ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഈ പ്രതികരണം നടത്തുന്ന തീവ്ര ചിന്താഗതിക്കാരെയെല്ലാം അകറ്റി നിർത്തുകയും അവരെയെല്ലാം ഈ പൊതുസമൂഹം തിരിച്ചറിയുകയും. അപ്പോൾ തീവ്ര ചിന്താഗതിക്കാർ കണ്ടില്ലേ? അപ്പോൾ ഇന്നത്തെ ന്യൂസും കണ്ടു, തുടങ്ങിയ ദിവസത്തെ ന്യൂസും കണ്ടു. ഇന്ന് പറഞ്ഞ എന്താ? സ്പർദ്ധ ഉണ്ടാക്കുന്ന പോസ്റ്റ്. തുടങ്ങിയ ആ ഒരു വിഷയം എന്താണ്? എന്തിനാ ഇവർ എതിർത്തത്? എന്തിനായിരിക്കും എതിർത്തത്? ഇതൊക്കെ ഒന്ന് അന്വേഷിക്കാൻ വേണ്ട ഒരു മണിക്കൂറെങ്കിലും. അതുപോലും ഇല്ലാതെ ഇത് തീവ്ര ചിന്താഗതിക്കാരുണ്ടാക്കുന്നതാണ്. ഇങ്ങനെ അത് ഉയർത്തിയത് ഒരു മുസ്ലിം വിഭാഗത്തിൽ നിന്നാണ്. ആ നിലക്കുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സംഘടനയിൽ നിന്നാണ് വന്നത്, അല്ലെങ്കിൽ ഒരു മുസ്ലിം നാമധാരിയാണ് ഇതിനോട് വിയോജിപ്പ് പറഞ്ഞത്. അപ്പോഴേക്ക് തീവ്ര ചിന്താഗതിക്കാർ, അതുപോലെ തന്നെ പിന്നെ താലിബാനിസ്റ്റുകൾ, അഫ്ഗാനിസ്ഥാനിലേക്ക് പോകേണ്ടവർ എവിടൊക്കെ എത്തിയത്? ഇവിടെ ഉള്ളൊരു പൊതുവിദ്യാലയത്തിലുള്ള സൂംബനെ എതിർത്തത് അഫ്ഗാനിസ്ഥാനിലും ഇറാനിലും പിന്നെ പാകിസ്ഥാനിലും എവിടെയൊക്കെ ചുറ്റിക്കറങ്ങിയിട്ടാണ് വന്നത് എന്നറിയില്ല. എന്തേ ഉണ്ടായിട്ടുള്ളൂ? ഒരു സൂംബയെ എതിർത്തു, ഒരു പരിഷ്കാരം. ആ പരിഷ്കാരത്തെ എതിർക്കുന്നതിനെ നിങ്ങൾ റിഗ്രസീവ് എന്നോ അങ്ങേയറ്റം പിന്നെ പിന്തിരിപ്പെന്നോ ഒക്കെ പറഞ്ഞോളൂ. പക്ഷേ ഈ സാധനം എങ്ങനെയാണ് മതതീവ്രവാദവും വർഗീയതയുമാകുന്നത്?